ബാർക്കോഴ കേസിലെ വിജിലൻസ് കോടതി ഉത്തരവിൽ അപ്പീൽ നൽകണമെന്ന വിജിലൻസ് ഡയറക്ടർക്കെതിരെയുള്ള കോടതി പരാമർശം നീക്കിക്കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് വിജിലൻസ് ഹൈക്കോടതിയെ സമീപിക്കുക. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് PC ജോർജ്, T സിദ്ദിഖ്, ആന്റണി രാജു, PS ശ്രീധരൻപിള്ള, ഫക്രുദ്ദീൻ അലി എന്നിവർ. ശ്രീ ആന്റണി രാജു, അപ്പീൽ പോകും എന്നാണ് ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെയൊക്കെ വലിയ ചർച്ച അതിന്മേലായിരുന്നു. അപ്പീൽ പോകാനുള്ള നിയമപരമായ എല്ലാ അവകാശവും ഉണ്ട്, നിയമപരമായുള്ള ആ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പീൽ പോയില്ലല്ലോ, എന്തുകൊണ്ട്? അല്ല, അപ്പീൽ പോകുമെന്നാരും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഈ ജഡ്ജ്മെൻറ്റ് മുഴുവൻ പരിശോധിച്ച് അതിൻ്റെ നിയമവിദഗ്ധരുമായി ആലോചിച്ച് അതിന് അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ടോ, അപ്പീൽ പോകേണ്ടതുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ചതിന് ശേഷം ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പീൽ പോകും എന്ന ഒരു പ്രഖ്യാപനം, ഒരു പ്രസ്താവന, ഒരു തീരുമാനം ഞങ്ങളുടെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായിട്ടില്ല. അത് അപ്പീൽ പോകുമെന്ന് പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയുമല്ല. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു തുടരന്വേഷണം ആണ്. കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു തുടരന്വേഷണത്തിനാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കെ എം മാണി തന്നെ ഈ കാര്യത്തിൽ തുടരന്വേഷണത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ തുടരന്വേഷണം സ്വാഗതം ചെയ്തിരിക്കുന്നു. തുടരന്വേഷണം നടക്കട്ടെ. ഈ കാര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ശ്രീ ആന്റണി രാജു, അപ്പീൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് താങ്കൾ തന്നെയാണ്. ഇന്നലത്തെ ചർച്ചയിൽ ഇവിടെ എൻ്റെ അടുത്ത് തന്നെയാണ് ശ്രീ ആന്റണി രാജു തന്നെയാണ് തർക്കിച്ചത് അപ്പീൽ പോകാനുള്ള അവകാശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ അപ്പീൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ വേറെ ചില വാർത്തകൾ കൂടി കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വിജിലൻസ് കോടതിയിലും കെ എം മാണി നേരിട്ട് വക്കാലത്ത് പോയില്ല. അവിടെ ഹർജി അദ്ദേഹത്തിൻ്റെ പേരിൽ, അദ്ദേഹത്തിന് വേണ്ടി 11 ഹർജിക്കാരിൽ ഒരാൾ അദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞ ആളാണ്. അതുപോലെ ഇപ്പോൾ അപ്പീലിൻ്റെ കാര്യത്തിലും മറ്റൊരു ഔട്ട്സോഴ്സിംഗ് നടത്താൻ പോകുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അല്ല, അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. ഞങ്ങൾക്കൊരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഔദ്യോഗികമായ പാർട്ടിപരമായ മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. എവിടെ നിന്നെങ്കിലും കേൾക്കുന്ന ഏതെങ്കിലും വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. കേരള കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ അപ്പീൽ പോകാൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ശ്രീ PS ശ്രീധരൻപിള്ള കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേർന്നിട്ടുണ്ട്. ശ്രീ PS ശ്രീധരൻപിള്ള, ഇതാണ് ശ്രീ ആന്റണി രാജു പറയുന്നത്. എന്താണ് മറുപടി? അല്ല, കേരള കോൺഗ്രസിൽ ഇതിലെടുക്കുന്ന നിലപാട് അത്യന്തം ദൗർഭാഗ്യകരമാണ്. കാരണം അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പൊ ഇതിന്റെ ചുരുക്കം എന്താ? പ്രഥമ ദൃഷ്ടിയ, അപ്പം FIR വരുന്ന പ്രഥമ ദൃഷ്ടിയ അല്ല, ചാർജ് ഷീറ്റ് കൊടുത്തതിൽ പ്രഥമ ദൃഷ്ടിയ അഴിമതി നടന്നു എന്ന് തെളിവുണ്ട് എന്ന് ഒരു കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആ കോടതിക്ക് മുമ്പാകെ എത്രയോ ആളുകൾ അനുകൂലം പ്രതികൂലമായി വാദിച്ചു. എല്ലാ മെറ്റീരിയൽസും കോടതി പരിശോധിച്ച ശേഷം ഇതിൽ സാഹചര്യ തെളിവുകളുമുണ്ട്, അതുപോലെ തന്നെ ദൃക്സാക്ഷി തെളിവുകളും ഉണ്ടെന്ന് വന്നാൽ ഇനി അതിന്റെ കാര്യത്തിൽ അപ്പീൽ പോകാതിരിക്കുക ചെയ്തിട്ട്, പക്ഷെ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സർവാത്മന സ്വാഗതം ചെയ്യുന്ന ഒരു പാർട്ടി ഈ കോടതിയുടെ വിധിയെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഇന്നലെ കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അഭിപ്രായപ്പെട്ടു. എന്നിട്ട് നിങ്ങൾക്ക് ജനങ്ങളോടൊരു പ്രതിബദ്ധതയില്ലേ? നിയമത്തോടൊരു പ്രതിബദ്ധത നിയമമന്ത്രിക്കില്ലേ? അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് ഇതിനെയെല്ലാം അതിന്റെ നിയമാനുസൃതമുള്ള നടപടിക്രമത്തിന് വിടുകയല്ലേ വേണ്ടത്? ഈ അധികാരത്തിന് വേണ്ടി ഇങ്ങനെ മാന്യതയില്ലാത്ത ഒരു രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോകണം. ഏത് പാർട്ടിയായാലും, കോൺഗ്രസ് ആയാലും BJP ആയാലും ഏത് പാർട്ടിയായാലും ഇത് ചെയ്യേണ്ടതല്ലേ? അവിടെയാണ് പ്രശ്നം. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെയാണ്. രണ്ടാമത് നിയമപരമായ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രൊവിഷൻ അപ്പീലല്ല. അപ്പീലായിട്ട് ആ നിലക്ക് കൊടുക്കാൻ സാധിക്കില്ല. മേൽക്കോടതിയെ സമീപിക്കാം, ഇതിലെ പ്രൊപ്പറേറ്ററെ ചോദ്യം ചെയ്യാം. അവർക്ക് അനുകൂലമായിട്ട് ഒരിക്കലും ഒരു സ്റ്റേജില് ഒരു കുറ്റാരോപണത്തിന് വേണ്ടിയിട്ട് ഇത് ഒരിക്കലും ഒരു അവകാശമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല. ശ്രീ ആന്റണി രാജു, ഇതാണ് കാര്യം. നിങ്ങൾ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. അപ്പീൽ കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതാ കെ എം മാണി സാർ അടുത്ത നിയമഘട്ടത്തിലേക്ക് പോകാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി ഇതാ എന്തോ കൃത്യത ഇല്ലാതെ നടന്ന കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ കാര്യങ്ങളെല്ലാം രക്ഷിച്ചെടുക്കാൻ പോകുന്നു എന്നൊരു പുകമറ ഉണ്ടാക്കുകയാണ്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഇന്നിതാ ശ്രീ ജേക്കബ് തോമസ് പറഞ്ഞത് കേൾക്കുക. സത്യമേവ ജയതേ, സത്യം ജയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സത്യം പുറത്തു വന്നു എന്നാണ് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നത്. ശ്രീ വിൻസൻ പോൾ അവധിയിൽ പോയിരിക്കുന്നു, മാതൃകകൾ കാട്ടിയിരിക്കുന്നു. ആ മാതൃക എന്തുകൊണ്ട് കാണിക്കുന്നില്ല? പ്രതിപക്ഷം ആവശ്യപ്പെട്ടതൊക്കെ കേൾക്കുന്നില്ലേ നിങ്ങൾ? അല്ല, ഈ രാജി ആവശ്യപ്പെടാൻ ബഹുമാനപ്പെട്ട BJPയുടെ നേതാവ്, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ശ്രീധരൻപിള്ള സാറിന് എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത്? അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാവ് മുക്താർ
മുക്താർ അബ്ബാസ് നഖ്വി കേന്ദ്രത്തിൽ മന്ത്രിയായിരിക്കുന്ന 2 വർഷം ക്രിമിനൽ കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ട് ശേഷമാണ് മന്ത്രിയായിരിക്കുന്നത്. ആ പാർട്ടിയുടെ ആളുകളാണ് പറയുന്നത് കേരളത്തിലെ ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെടാത്ത ഒരു കേസിൽ ഈ ഒരു FIR-ൽ മാത്രം പ്രതിയായി നിൽക്കുന്ന ഒരു ഫൈനൽ റിപ്പോർട്ടിൽ പ്രതിയായി കുറ്റപത്രം സമർപ്പിക്കപ്പെടാത്ത ഒരാളെക്കുറിച്ച് രാജിവെക്കുന്നത് എന്ത് ധാർമ്മികമായ അവകാശമാണ്? നിയമപരമായി ഞാൻ ചോദിക്കട്ടെ ശ്രീധരൻപിള്ള സാറിനോട്, നിയമപരമായി KM മാണി രാജിവെക്കേണ്ട കാര്യമുണ്ടോ? നിയമപരമായി ഉണ്ടെങ്കിൽ കെ എം മാണിക്ക് ഇനി ആ കസേരയിൽ തുടരാൻ കഴിയുമോ? കോടതി ആ ജഡ്ജ്മെൻറ്റിൽ എവിടെയെങ്കിലും KM മാണി ഈ കേസിൽ അന്വേഷണത്തിൽ അവിഹിതമായി ഇടപെട്ടതായി പറയുന്നുണ്ടോ? KM മാണി ഈ കേസിൽ പിന്നെ മന്ത്രിസ്ഥാനം തുടരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള കമന്റുകൾ അങ്ങനെയൊക്കെ ഉണ്ടോ? ചില കോടതികൾ പാസാക്കിയ ചരിത്രവും ഉള്ളപ്പോൾ എന്റെ സുഹൃത്തിനോട് എനിക്ക് എന്റെ പ്രിയങ്കരനായ ആന്റണി രാജുവിനോട് പറയാനുള്ളത്, നമ്മൾ ഈ രാഷ്ട്രീയ അന്ധത വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുത്ത് നിങ്ങൾ പറഞ്ഞോളൂ, കേരള കോൺഗ്രസ് മാണി സാറിന് വേണ്ടി നിങ്ങൾ പറയാൻ പാടിക്കുന്നതാണ്. ഞാനും അതുപോലെ അദ്ദേഹത്തെ എതിർക്കുന്ന രാഷ്ട്രീയമായിട്ടായിരിക്കും. പക്ഷെ പ്രശ്നം നിങ്ങൾ നഖ്വിയുടെ കാര്യം പറയാം. നഖ്വി ഒരു പൊളിറ്റിക്കൽ ഇൻസിഡന്റ് ഭാഗമായിട്ടുള്ള കേസിൽ ശിക്ഷിക്കപ്പെടുകയും ആ ശിക്ഷിക്കപ്പെട്ട ശേഷം അത് അപ്പീലിൽ ഇപ്പൊ ആ കേസ് വിടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട AK ബാലൻ അദ്ദേഹം അന്ന് ട്രെയിൻ തടഞ്ഞ സംഭവത്തിൽ 2 കൊല്ലം ശിക്ഷിക്കപ്പെട്ട് അദ്ദേഹം മന്ത്രി ഇരിക്കുന്ന സമയത്ത് പ്രശ്നം ഉയർന്നു വന്നു. അത്തരമാണോ ഈ കേസ്? ഈ കേസിൽ ഇന്നത്ര തുക, ആ തുക വാങ്ങിയതിൽ തെളിവുണ്ട് എന്ന് കണ്ടെത്തുകയും കൊടുത്ത ചാർജ് ഷീറ്റ്, ഒരു അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കി കഴിയുമ്പോൾ കുറ്റപത്രത്തിന്റെ ആ സ്റ്റേജിലെത്തുമ്പോൾ വേറൊരു മേലുദ്യോഗസ്ഥൻ ഇടപെട്ടിട്ട് അത് അട്ടിമറിച്ചാൽ അത് രാഷ്ട്രീയ അട്ടിമറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് തെളിവാ വേണ്ടത്? നമ്മുടെയൊക്കെ മനസാക്ഷിയാണ്, നീതിബോധമാണ്, സാഹചര്യമാണ് വേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി ആന്റണി രാജുവിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പേരിൽ ആ മേലുദ്യോഗസ്ഥൻ DGP ലെവലിലുള്ള ആള്, ആ അഡീഷണൽ DGP, അദ്ദേഹം ഇതിന്റെ പരമാധികാരമുള്ള ആള്, ഉയർന്ന ആള്, അദ്ദേഹം തന്നെ ഞാനിതാ എന്റെ ഭാഗത്ത് ഇങ്ങനെ കോടതിയുടെ ഇത് വന്നിരിക്കുന്നു, ഞാൻ രാജിവെക്കാൻ ഒഴിയാൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുക. അത്ര പോലെ ഒരു ജനാധിപത്യ ക്രമത്തിൽ ഇത്രയും മാതൃക സൃഷ്ടിക്കേണ്ട ഒരാളിന്, ഒരു മന്ത്രിക്ക് ഇല്ല എന്ന് വരുമ്പം അധികാരമാണോ എല്ലാം? സ്വർഗരാജ്യമല്ലേ വലുത്? ധാർമ്മികതയല്ലേ വലുത്? ജനാധിപത്യമല്ലേ വലുത്? ജനങ്ങളുള്ള പ്രതിബദ്ധതയല്ലേ വലുത്? മാണി സാർ സൃഷ്ടിക്കുന്ന ഈ കീഴ്വഴക്കം തെറ്റാണ്. ഇനി എന്റെ പാർട്ടിയുടെ കാര്യം താങ്കൾ ചോദിക്കും. എന്റെ പാർട്ടിയുടെ അദ്വാനി ഉൾപ്പെടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർഷിപ്പിന് ഓഫർ ചെയ്ത സമയത്താണ് അദ്ദേഹത്തിനെതിരായി ജെയിൻ ഡയറി കേസ് വന്നത്. അദ്ദേഹം എല്ലാത്തിനും മാറി നിന്നുകൊണ്ട് ഞാൻ പാർട്ടി പ്രവർത്തിക്കും, എന്റെ നിരപരാധി ഞാൻ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വാജ്പേയിയേക്കാൾ ഒന്നാമനായിട്ട് അന്ന് അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്ത സമയത്താണ് അദ്ദേഹം അത് വേണ്ടെന്ന് മാറി നിന്നത്. അതൊക്കെ ധാർമ്മികതയാണ്. ശ്രീധരൻപിള്ള തിരിച്ചെത്താം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇതാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. ഇപ്പോഴും അപ്പീൽ പോകുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങനെ ആര് പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഇത് രാജിവെക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. കോടതിയിൽ നിന്ന് ഒരു വിധി, വിജിലൻസ് കോടതിയിൽ നിന്നാണെങ്കിലും ഇങ്ങനെ വന്നിരിക്കുന്നു. ഈ പരാമർശം ഉണ്ടായിട്ടും എന്ത് നടപടിയാണ്, എന്ത് നിലപാടാണ് മുന്നോട്ട് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഭരണപക്ഷത്തു നിന്നും, KM മാണിയിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും? ഈ കേസ് വന്ന സമയത്ത് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടോ എന്നിട്ട് നോക്കാന്നൊക്കെ. ഇപ്പോൾ അവസാനം കോടതി തന്നെ പ്രഥമ ദൃഷ്ട്യാ കേസ് ഉണ്ടെന്ന് കണ്ടെത്തിയല്ലോ. അത് ക്ലിയർ കേസല്ലേ, ഇന്നത്തെ വിധിയിലെ പറയുന്നുണ്ടല്ലോ. ഇനി അതിപ്പോൾ ഇല്ലാന്ന് ആന്റണി രാജു പറയുമെങ്കിൽ അത് ബാക്കി ആളുകൾ ഗൂഗിൾ പോയി നോക്കട്ടെ. ഇതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഡിസ്കഷൻ. BJP-ക്കാരും എല്ലാവരും പറയുന്ന കാര്യം ഇങ്ങനെ സംഭവിച്ചില്ല. അങ്ങനെ ആളുകൾ ഗൂഗിളിൽ പോയി നോക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഒരു സംഭവം എന്ന് വെച്ചാൽ മാണിയുടെ ഒരു പ്രോബ്ലം എനിക്ക്, അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാർട്ടി അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇത് പണ്ടത്തെ പത്രവാർത്തകളുടെയും പത്ര റിപ്പോർട്ടുകളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ പത്ര റിപ്പോർട്ടുകളുടെ കാലഘട്ടത്തിൽ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ഗിമ്മിക്കെ കാണിച്ച് നിൽക്കാൻ പറ്റും. ആളുകൾ ചിലപ്പം വിശ്വസിക്കുന്നു. ഇത് അതല്ലല്ലോ. ഇപ്പം ലാല് ലൈവായിട്ട് കൊടുക്കും. ലാലിൻ്റെ ഒരു ഡിസ്കഷനിൽ തന്നെയാണ് ഇത് ആദ്യമായിട്ട് ഈ വിവാദം കത്തിപ്പടർന്നത്. പിന്നെ മാത്രമല്ല ഫേസ്ബുക്കിലെല്ലാം വരുന്ന കമൻറ്റുകളൊക്കെ കണ്ടാൽ മനസ്സിലാവില്ലേ. അപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ സെൻസിബിലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് മാറി നിൽക്കാൻ വേണ്ടത്. അതിന് നമുക്ക് നല്ലൊരു മാതൃക കാണിച്ച് ആം ആദ്മി പാർട്ടി തന്നെയാണ്. അവരുടെ ഓരോ ആരോപണം വന്നപ്പോൾ അവർ കൃത്യമായിട്ട് അവരുടെ മന്ത്രിമാരെ മാറ്റി. നമ്മളെ എസ്റ്റാബ്ലിഷ് ഇവിടെ കേരളത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ്. ഇപ്പോൾ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് മാറുന്നില്ല എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ്. പാർട്ടി സെക്രട്ടറി സ്വകാര്യ പോസ്റ്റല്ല, ഒരു പബ്ലിക് പോസ്റ്റ് അല്ല, അത് സ്വകാര്യമായ പാർട്ടിയുടെ ഇന്റേണലായി മാറ്റമാണ്. ഇവിടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി മാണിക്ക് മാറി നിന്നൂടെ? ആന്റണി MLA ആയിരിക്കില്ല, ഒരേ മിടുക്കന്മാരായ ആളുകളുണ്ടല്ലോ. എന്താണ് അദ്ദേഹത്തിന് ധാർമ്മികത മാത്രമേ ഇപ്പൊ നിയമപരമായി തന്നെ ഇത്തരത്തിലൊരു പ്രതിയായി കുറ്റം ആരോപിച്ച് അപ്പുറത്ത് നിൽക്കുമ്പോൾ കോടതി അത് നിരീക്ഷിച്ച ശരിയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പുതിയ കൗതുകകരമായ കാര്യം.
അതെ, നമ്മളെ നീതിന്യായ സംവിധാനത്തിൽ ഞാൻ ഈ പറഞ്ഞ ഔട്ട്ഡേറ്റഡ് ആയിട്ടൊരു പ്രശ്നങ്ങളുണ്ട്. ഇത്തരം സംഭവം വന്ന ഒന്ന് ഇങ്ങനെ മാറി നിൽക്കണമെന്ന് എവിടെയും പറയുന്നത് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ്റെ ധാർമ്മികതയാണ് ഇവിടെ പ്രധാനം. ഇപ്പം വിൻസെൻ്റ് പോളിന് വേണമെങ്കിൽ തുടരാമായിരുന്നല്ലോ, അദ്ദേഹം തുടർന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന് മിനിമം ധാർമ്മികമാണ്, വിവരവും വിദ്യാഭ്യാസം ഉള്ള ആളാണ്, കഷ്ടപ്പെട്ട് IPS എഴുതിയെടുത്ത ആളാണ്. അതിൻ്റെയൊക്കെ ഒരു ഗുണം അദ്ദേഹം കാണിച്ചു, അത്രമാത്രമാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ IPS വരെയാണ് കുറച്ചുകൂടി നേരെ പോലെ അതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ. കേരള പോലീസാണ്. ബാക്കി ബ്യൂറോക്രസിയുടെ കാര്യമൊന്നും പറയേണ്ട, രാഷ്ട്രീയക്കാരുടെ കാര്യം പറയേണ്ട. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കേരളത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ഇതിൽ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ നീതിന്യായ സംവിധാനത്തിലെല്ലാം തന്നെ ഇപ്പം നുണപരിശോധന പോലുള്ള സംവിധാനങ്ങൾ കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസ് സ്വീകരിച്ചിട്ടില്ല. പണ്ടത്തെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ നീതിന്യായ സംവിധാനം അങ്ങനെയാണ് തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നിയമ സംവിധാനം കൂടി അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ടുള്ള നിലപാടുകളൊക്കെ രാഷ്ട്രീയക്കാർക്ക് തോന്നുള്ളൂ, അങ്ങനെ സാഹചര്യം സൃഷ്ടിക്കപ്പെടുള്ളൂ. ഇവരാരും ഈ അപ്പകഷണങ്ങൾ വേണ്ടാന്ന് വെക്കില്ലല്ലോ. അതുപോലെ തന്നെ മാണിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സഭയാണ്. സഭ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നത്? സഭ മാണി രാജിവെക്കണമെന്ന് മാണിക്ക് രാജിവെക്കാതെ രക്ഷയില്ല. അപ്പോൾ അത്ര ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ നടുവിൽ. പിന്നെ രണ്ട് BJPയുടെ കാര്യം ഇതൊക്കെ തന്നെയാണ്. ഇപ്പം അടുത്ത് കോൺഗ്രസ്സുകാർ ഒരു പത്രസമ്മേളനം നടത്തി അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ശശി തരൂരിനെതിരെയും മറ്റു ആരോപണം വന്ന സമയത്ത് നിങ്ങൾ രാജിവെക്കാൻ വന്നു. അപ്പോൾ BJPയെ കണ്ടുപിടിക്കും വസുന്ധര രാജെ സിന്ധ്യ, അതുപോലെ തന്നെ സുഷമാ സ്വരാജിനെതിരെ ആരോപണം വന്ന് അവർ രാജിവെക്കുന്നില്ല, അവർ ശക്തിപ്പെടുകയാണ്. അത് ശ്രീ PS ശ്രീധരൻപിള്ള ഇനി അതിലേക്ക് മാത്രം തിരിയും. അത് ശ്രീ ഫക്രുദ്ദീൻ അലി, നമുക്ക് അതിനുള്ള സമയം ഇതല്ല. എന്തായാലും ശ്രീ ആന്റണി രാജു, പ്രസ്ഥാനത്തെ മറന്നുകൊണ്ടുള്ള ഈ പോക്കാണ് ഈ വിമർശിക്കപ്പെടുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ ആരോപണത്തിൽ ഇങ്ങനെ ആരോപണം വന്നാൽ, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് തന്നെ ഇപ്പോൾ കോടതി കണ്ട ഒരാളിനെ രക്ഷിക്കാൻ നടക്കുന്നത് പോലെ ഇങ്ങനെ വക്കാലത്തുമായി നടക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് നിയമത്തിൻ്റെ വഴിയെ പോയി കുറ്റവിമുക്തനായി അഗ്നിശുദ്ധി വരുത്തി വരാൻ KM മാണി സാറിനെ അനുവദിക്കാത്തത്? കേരള കോൺഗ്രസ് കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ പാർട്ടിയെ വിശ്വസിച്ചു നിൽക്കുന്നവരെ നിങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? പാർട്ടിയുടെ അണികൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ വില കൽപ്പിക്കുന്നില്ല? നിങ്ങൾ ഈ രീതിയിൽ മാത്രം ഒരു പ്രവർത്തകരുടെ വില പോലും കൽപ്പിക്കാതെ, അവർക്ക് വില കൽപ്പിക്കാതെ ഈ രീതിയിൽ മാത്രം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ ആന്റണി രാജു. എൻ്റെ ശ്രീധരൻപിള്ള സാർ വളരെ വിചിത്രമായൊരു ഉദാഹരണമാണ് DGPയുടെ കാര്യത്തിലൂടെ പറഞ്ഞത്. DGP ആ സ്ഥാനത്ത് നിന്ന് ആ വിജിലൻസ് ഡയറക്ടറുടെ കസേരയിൽ നിന്ന് മാറാൻ കാരണം എന്താ? അദ്ദേഹം ഇന്നലെ 4 പേജുള്ള പ്രസ്താവന എഴുതി വായിച്ചതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ കേസ് തുടർന്നും DGP വിൻസെൻ്റ് പോൾ മുകളിലിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ഈ വിജിലൻസ് തന്നെ അന്വേഷിക്കണം അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷിക്കണം എന്ന് ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരായി ഈ 65 വരുന്ന പേജിൽ നിരവധി സ്ഥലത്ത് DGP അനാവശ്യമായി ഇടപെട്ടു എന്നോ അല്ലെങ്കിൽ DGPയുടെ ഇടപെടലുകൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെടാതെ പോയതെന്നുള്ള നിരവധിയായ പരാമർശങ്ങൾ വ്യക്തിപരമായി DGPയെക്കുറിച്ച് വന്നതുകൊണ്ടും, ഇനി തുടരന്വേഷണം നടക്കുമ്പോൾ ഞാൻ തന്നെ തലപ്പത്തിരുന്നാൽ അതിന് ആ അന്വേഷണത്തിൽ സുതാര്യത ഉണ്ടാകില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടും അതൊരു ന്യായമാണ് ഇവിടെ. അതുകൊണ്ടാണ് DGP വിൻസെൻ്റ് പോൾ രാജിവെച്ചത്. പക്ഷേ ഇവിടെ ഈ കേസിൽ KM മാണി അധികാരത്തിൽ കൊണ്ട് ഈ കേസ് അന്വേഷണത്തിൽ സ്വാധീനിച്ചു എന്നുള്ള ഒരു സെൻറ്റൻസ് ഈ 65 പേജ് വിധിന്യായത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ, ഒരു പ്രൈമാ ഫേസി കേസ് മാത്രമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ കേസിൽ, ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെടാത്ത കേസിൽ, കോടതി നേരിട്ടൊരു കോഗ്നിസൻസ് എടുക്കാത്തൊരു കേസിൽ ശ്രീ ആന്റണി രാജു, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് താങ്കൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രൈമാ ഫേസി കേസ് മാത്രമുള്ള എന്ന് അങ്ങ് പറയുമ്പോൾ എന്തോ നിസ്സാര കാര്യം പോലെയാണല്ലോ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയാ കേസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ പെട്ട് പ്രതിയാക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് അവിടെ ഓഫീസിൽ ഇരിക്കാൻ സാധിക്കുമോ? അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യില്ലേ? രാഹുൽ ആർ നായരുടെ കാര്യം എന്താണ്? ടോമിൻ ജെ തച്ചങ്കരിയുടെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് KM മാണി സാറിന് മാത്രം മറ്റൊരു നീതി? ഇവിടെ ഈ 2 തരത്തിലുള്ള നീതി എന്തുകൊണ്ടാണ് ശ്രീ ആന്റണി രാജു? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, FIR പ്രതിയാക്കപ്പെട്ട മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാജിവെച്ചിട്ടുണ്ടോ? ഇവിടെ VS അച്യുതാനന്ദൻ FIR ഒരു കേസിൽ പ്രതിയാണല്ലോ ഇപ്പോഴും. അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചോ? ഇവിടെ പല മന്ത്രിമാരും FIR പല പ്രതികളായിട്ട് കേസന്വേഷണം നടക്കുന്നുണ്ടല്ലോ, രാജിവെച്ചോ? ഇവിടെ ഒരു കുറ്റപത്രം KM മാണിക്കെതിരെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ പിന്നെ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണോ വേണ്ടേ തീരുമാനിക്കേണ്ട അവരവരാണ്, അല്ലാതെ ഒരു പാർട്ടിയല്ല തീരുമാനമെടുക്കേണ്ടത്. നിയമപരമായി KM മാണി രാജിവെക്കണം എന്ന് പറയാൻ ആർക്കാ കഴിയുക? അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം എന്താ ഇത്ര ധൃതി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു FIRൻ്റെ സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, കുറ്റപത്രത്തിലേക്ക് കടന്നിട്ടില്ല. അതുകൊണ്ട് ഈ തുടരന്വേഷണം നടക്കട്ടെ, തുടരന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇത് ഈ അർത്ഥത്തിൽ നിയമപരമായി
എവിടെയാണ് തെറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധാർമ്മികതയ്ക്ക് ഒരു സ്ഥാനവും ഇല്ലാത്ത അർത്ഥത്തിലാണ് കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് പോകുന്നത്. അല്ല, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കേണ്ടത് നിയമപരമായി ഇപ്പോൾ ആന്റണി രാജു പറയുന്നത് ശരി തന്നെ ആയിരിക്കും, അങ്ങനെ എവിടെയും പറയുന്നൊന്നുമില്ല. അതാണല്ലോ നമ്മുടെ സിസ്റ്റത്തിന്റെ വലിയ പ്രശ്നം. സിസ്റ്റം ഇപ്പോഴും എന്താ പറയുക, വിക്ടോറിയൻ കാലഘട്ടത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് തന്നെ നേതാവായിരുന്ന PJ ജോസഫ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണം വന്ന സമയത്ത് LDF സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹം രാജിവെച്ച് മാതൃക കാണിച്ചിട്ടില്ലേ? ആ മാതൃക അദ്ദേഹം നല്ല ഇടയൻ എന്ന രീതിയിൽ തന്നെയാണ്, നല്ല സഭാവിശ്വാസി എന്ന രീതിയിലാണ് ആ മാതൃക കാണിച്ചത്. ആ മാതൃകയാണ് ഇദ്ദേഹം ഇവിടെ മാണി കാണിക്കാതെ പോകുന്നു. എന്താ അദ്ദേഹം പറയുന്നു, ഞാൻ ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നു. സ്വാഗതം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പറയട്ടെ, അത് പറയുന്നില്ല. എന്നാൽ അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് മാണി ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ VS അച്യുതാനന്ദന്റെ കേസല്ല, നിങ്ങൾ കേരളത്തിൽ ഇതുപരിശോധന നടത്തി നോക്കിയോ? VS അച്യുതാനന്ദ ആ കേസിൽ അദ്ദേഹത്തെ വെറുതെ പ്രതി ചേർത്താന്ന് കേരളത്തിൽ 99% ആളുകൾ വിധിയാണ്. പക്ഷേ മാണിയുടെ കാര്യത്തിൽ 100% ആളുകളുമായി മാണി കുറ്റാരോപിതൻ മാത്രമല്ല, അദ്ദേഹം സംശയത്തിന്റെ നേരിലാണ് അദ്ദേഹം മാറി നിൽക്കണമെന്ന് പറയും. അതാണ് വ്യത്യാസം. നിങ്ങളൊന്ന് പബ്ലിക്കിനെ മൂഡ് സെൻസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ശ്രീ PS ശ്രീധരൻപിള്ള, അത് നിയമപരമായിട്ട് അങ്ങ് അഭിഭാഷകൻ കൂടിയാണല്ലോ, ധാർമ്മികത ആണ് ഇവിടെ ഇപ്പോൾ നോക്കുന്നതെങ്കിൽ അതവിടെ നിൽക്കട്ടെ. നിയമപരമായിട്ട് എന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയാനുള്ള അവകാശം നിങ്ങൾക്കൊക്കെ? KM മാണി സാർ എന്തിന് രാജിവെക്കണം എന്നാണ് ചോദിക്കുന്നത്. ധാർമ്മികതയുടെ കാര്യമാണെങ്കിൽ ഒരുപക്ഷേ ശ്രീ ആന്റണി രാജു പറയുന്നു ധാർമ്മികത ഇല്ലാത്ത ആളാണ് ശ്രീ KM മാണി സാർ എന്ന് നിങ്ങൾ വേണമെങ്കിൽ കരുതിക്കോളൂ. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കരുണാകരൻ എന്തിനാ 1977 തെരഞ്ഞെടുപ്പിനെ തുറന്നിട്ട് രാജൻ കേസിന്റെ പ്രശ്നം വന്നപ്പം രാജൻ കേസിൽ അദ്ദേഹത്തിന്റെ കോഗ്നിസൻസ് പോലും എടുത്തില്ലല്ലോ? രാജൻ കേസിനെ പോലും പ്രശ്നത്തിൽ ഒരു ജനങ്ങളുടെ സംശയത്തിന് അതീതമായിട്ട് നിൽക്കണം എന്നുള്ള സങ്കല്പത്തിന്റെ പേരിലല്ലേ കരുണാകരൻ രാജിവെച്ചത്? വേക്കാനി മുഖ്യമന്ത്രിയായതും എന്റെ സുഹൃത്തിന് ഓർമ്മയുള്ളതല്ലേ? അതുപോലെ ലാലിന് ഓർമ്മയുള്ളതല്ലേ? അതേപോലെ തന്നെ എന്തിനാ ഹൈക്കോടതിയിൽ ഒരു പരാമർശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ, ഒരു പരാമർശത്തിൽ ഒരു സംശയത്തിന്റെ കരുതൽ വന്നതിന്റെ പേരിൽ വിശ്വനാഥൻ രാജിവെക്കേണ്ടതായിട്ട് വന്നിട്ടില്ലേ? എത്ര മന്ത്രിമാര് രാജിവെച്ച് UDFന്റെ തന്നെ അനുഭവമുണ്ട്. പക്ഷെ മാണി സാറ് ഒരു ശക്തനായ നേതാവാണ്. പക്ഷെ ആ ശക്തി കാണിക്കേണ്ടത് ധാർമ്മികതയിലാണ്. ജനങ്ങളുടെ മുമ്പിൽ പുതിയ രാഷ്ട്രീയ തലമുറ വരുമ്പോൾ മാതൃകയാവേണ്ട ആളുകളാണ് അവരൊക്കെ. ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ BJP മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ പരിപാടിയെല്ലാം ബോയ്ക്കോട്ട് ചെയ്തപ്പോഴും തിരുവല്ലയിൽ അദ്ദേഹത്തെ പേര് വെക്കിടാൻ പോയ ആളാണ്. ഞാൻ അദ്ദേഹത്തെ ഈ നിരപരാധിത്വം തെളിയിക്കണ്ടേ? നമ്മളൊക്കെ ഉണ്ടാക്കുന്നതാണ് നാളത്തെ തലമുറ രാഷ്ട്രീയത്തിൽ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ധാർമ്മികമായി 2 നിയമവശം ആന്റണി രാജു പറഞ്ഞ പോലെയല്ല. കാരണം ഇതിൽ 25 ലക്ഷം രൂപ അഴിമതി നടന്നതിന് ഉള്ള തെളിവുകളും അതോട് ബന്ധപ്പെട്ട കാര്യങ്ങളും ശരിയെന്ന് ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ തലത്തിലുള്ള ആള്, അതിനുവേണ്ടി ചുമതലപ്പെട്ട ആള് എല്ലാം വിശദമായി കേട്ട ശേഷം പറഞ്ഞിരിക്കുക. സാധാരണ കേസിൽ കോഗ്നിസൻസ് എടുക്കുന്നതിന് മുമ്പ് കേൾക്കാറില്ല ആരെയും. ഇതെല്ലാവരും കേട്ടു, എല്ലാ പെറ്റീഷൻ കേട്ടു. ഇതെല്ലാം കേട്ടിട്ട് ഒരു തീരുമാനത്തിലെത്തിയപ്പോൾ അതിന്റെ അന്തസ്സത്തെ നിയമമന്ത്രി മാനിക്കുന്നില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരെന്തിനാ നിയമത്തെ മാനിക്കുന്നത്? ഈ മെസ്സേജ് റോങ് മെസ്സേജാ വരുന്നത്. അദ്ദേഹം മന്ത്രിയായിരിക്കും, മറ്റുള്ള കാര്യമല്ല. എന്തിനു ഞാൻ ചോദിക്കട്ടെ, മന്ത്രിസ്ഥാനമാണോ വലുത്? ജനാധിപത്യത്തിൽ സേവനമാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ച്. എന്റെ പാർട്ടിയുടെ നിങ്ങൾ ഓൾ ഇന്ത്യയിൽ എവിടെ എടുത്തോളൂ, ഇതുപോലെ ഒരു പ്രഥമ ദൃഷ്ട FIR എടുത്ത ഒരു സംഭവത്തിൽ രാജിവെക്കാത്ത ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. എന്തിനാ ഞങ്ങൾക്ക് ബംഗാളിൽ ബീഹാർ കർണാടകത്തില് ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനം പോയി? 10% ഞങ്ങൾക്ക് 20% വോട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെക്കാൾ അത്രത്തോളം വ്യക്തിനിഷ്ഠയുള്ള ഒരു സ്വാധീനമുള്ള ഒരാള്, ആ ആളിനെ ഞങ്ങൾ രാജിവെപ്പിച്ചില്ലേ? ശ്രീ ആന്റണി രാജു, അപ്പൊ നിയമം പോലും അതാണ് ശ്രീ ആന്റണി രാജു, നിയമം പോലും. ഇനി അതൊക്കെ പോട്ടെ, BJP പോലും അങ്ങനെ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അവർക്ക് പോലും ഈ ഒരു നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി അല്ലാതെ അവരുടെ പാർട്ടിയിൽ പോലും ഇത്രയധികം വിമർശിക്കപ്പെടുന്ന BJP പോലും പലയിടത്തും ഇതാ രാജിവെച്ച് മാതൃക കാട്ടി. യെഡിയൂരപ്പയുടെ കാര്യം ആണ് അദ്ദേഹം സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്താണ് ഇത്രമാത്രം KM മാണി സാർ ഇങ്ങനെ മന്ത്രിസ്ഥാനത്ത് തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? അത്ര വലുതാണോ ഈ മന്ത്രിസ്ഥാനം? അല്ല, കുറ്റം ചെയ്തു എന്നുള്ള ബോധ്യമുള്ളവർക്ക്, കുറ്റബോധമുള്ളവർ രാജിവെക്കേണ്ടി വരും. കുറ്റം ചെയ്തില്ല എന്നുള്ള 100% ആത്മവിശ്വാസമുള്ളവർ എന്തിനാ രാജിവെക്കേണ്ട കാര്യം? അതുകൊണ്ട് ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ വെറും രാഷ്ട്രീയത്തിനപ്പുറത്തും മറ്റ് യാതൊന്നുമില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിയമപരമായി ശ്രീധരൻപിള്ള സാറ് പറഞ്ഞല്ലോ, നിയമപരമായി പോലും രാജിവെക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നിയമപരമായി രാജിവെക്കേണ്ട ഒരാൾക്ക് തുടരാൻ കോടതി അനുവദിക്കുമോ? അപ്പോൾ അതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വർത്തമാനമാണ്. ഇവിടെ രാജിവെച്ചവരുമുണ്ട്, രാജിവെക്കാത്തവരുമുണ്ട്. ഞാൻ പാലളി മുഹമ്മദ് കുട്ടി കോടതി ശിക്ഷിച്ചിട്ട് അദ്ദേഹം രാജിവെച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ 2 കണ്ണുകൊണ്ട് കാണേണ്ട കാര്യമില്ല. ഈ കാര്യത്തിൽ നിയമപരമായും KM മാണി രാജിവെക്കേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ രാജിവെക്കണം, നിയമപരമായി അന്ധത കൊണ്ട് മാത്രം പറയുന്നതാണ്. അദ്ദേഹവും ഞാനും ഒക്കെ പഠിച്ച നിയമത്തില്ലേ, ജസ്റ്റിസ് ഷുഡ് നോട്ട് ഓൺലി ബി ഡൺ, ഇറ്റ് സീംസ് ടു ബി ഡൺ. നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ, നീതി ഉറപ്പുവരുത്തിയാൽ മാത്രം പോരാ, അത് ജനങ്ങളെ
നീതി നടക്കുന്നത് ബോധ്യപ്പെടുത്തണം. ആത്യന്തികമായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജനങ്ങളെ പരമാധികാരം. ആ പരമാധികാരമുള്ള ജനങ്ങൾ ഇതുപോലെ സംശയത്തിന് കരുതലിൽ ഒരു മന്ത്രി എത്തുമ്പോൾ അവിടെ നീതി അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടാവും, അദ്ദേഹം തെളിവുണ്ടാക്കി ഉണ്ടായിക്കോട്ടെ. പക്ഷേ അത് ബോധ്യപ്പെടുത്താനുള്ള പ്രാഥമിക മര്യാദയല്ലേ? നമ്മുടെ സംസ്കൃതിയുടെ, ജനാധിപത്യ സംസ്കൃതിയുടെ അടിവേരതല്ലേ? അതിന് എന്തിനു തകർക്കണം അദ്ദേഹം? അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ മാണി സാറിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുറച്ചു കാലം മാർക്കട്ടെ. അല്ല, ബാലകൃഷ്ണൻ എത്ര ആൾക്കാർ ബാലകൃഷ്ണനെ മാറി നിന്നിട്ടില്ലേ? എത്ര ആൾ മാറി നിന്നിട്ടുണ്ട്? അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നല്ല കീഴ്വഴക്കം സൃഷ്ടിക്കാൻ അദ്ദേഹത്തോട് പറയുകയാണ് വേണ്ടത്. മറിച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാം, അധികാരമുണ്ട്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുണ്ട്, മന്ത്രിയാണ് എന്ന് പറയുമ്പം നാളെ ചരിത്രത്തിൽ ഒരു മാതൃകയാകേണ്ട ഇദ്ദേഹം അതൊരിക്കലും അല്ലാതായി എന്നുള്ള ദുഃഖം ഞാൻ അദ്ദേഹത്തോട്, എനിക്ക് അദ്ദേഹത്തിന്റെ കഴിവിനെ ഏറ്റവും മാനിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ അഭിപ്രായം, ഞാൻ BJP അഭിപ്രായം മാത്രമായിട്ടല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJP മുഴുവൻ അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ തിരുവല്ലയിലെ വിശ്വകർമ്മ സഭയുടെ പരിപാടിക്ക് പോകും. എന്നിട്ട് പലരും അത് പോകരുത്. ഞാൻ പറഞ്ഞ മാണി സാർ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കട്ടെ, ആരോപണം എല്ലാവരുടെയും പേര് വരാറുണ്ട്. പക്ഷെ ഇത്തരം ഒരു കാര്യം വരുമ്പോൾ ഈ തരത്തിൽ നിലപാടെടുക്കുന്നത് സർവാത്മന സ്വാഗതം ചെയ്താൽ നിങ്ങൾ പറഞ്ഞത് ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ്. സർവാത്മന എന്ന് പറഞ്ഞാൽ അതിനെ മുഴുവനല്ലേ? അതിന്റെ എന്താ പറയുന്നുള്ളതിനകത്തില് ഓരോ വരിയും വായിക്കേണ്ട ആവശ്യമുണ്ട്. അതിന്റെ കൺക്ലൂഷൻ എന്താ? അഴിമതി നടന്നു എന്ന് തന്നെയാണ്. അതിനെപ്പറ്റി ഫർദർ അന്വേഷണം വേണമെന്നാണ്. അതല്ല എന്ന് പറഞ്ഞതിന് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ വിജിലൻസിന്റെ മുഴുവൻ മേധാവി കൊടുത്തതിന് വലിച്ചെറിഞ്ഞിരിക്കുക. എന്തായാലും അപ്പീൽ പോയിട്ടില്ല. അപ്പീൽ പോകുന്നതിനെ കുറിച്ച് ഒരുപക്ഷെ ആലോചിച്ചപ്പോൾ കിട്ടിയ നിയമോപദേശം ഇപ്പൊ പോയി കഴിഞ്ഞാൽ അത് തള്ളുകയാണെങ്കിൽ അത് വീണ്ടും വലിയ പ്രഹരം സർക്കാരിനുണ്ടാക്കും. അത് പേടിച്ചാണ് അപ്പീലിലേക്ക് പോകാതിരുന്നത് എന്നാണ്. ഒരു ഇരട്ട പ്രഹരത്തെ പേടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അങ്ങനെയും കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് അറിയാമല്ലോ. എന്തായാലും KM മാണി സാർ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാത്രമാണ് ഇങ്ങനെ രക്ഷപ്പെട്ടു നിൽക്കുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, തിരഞ്ഞെടുപ്പ് പറയുന്നത് ഇപ്പം നിയമത്തിൽ ഈ പറയുന്ന എന്താ പറയുക, പ്രഥമദൃഷ്ട്യാ കേസുണ്ട് എന്ന് കണ്ടാൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്ത സാഹചര്യത്തോളം മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം മാണി സാറിന് ഇനി വിളിക്കുന്ന ഒരു അർത്ഥമില്ല. കാരണം ഞാൻ തന്നെ സ്വയം ആത്മവഞ്ചന നടത്തുന്നത് തുല്യമായിരിക്കും. മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പണമാണ് പ്രധാനം. പണത്തിന് അദ്ദേഹത്തിന് അധികാരം വേണം. ആ അധികാരം വിട്ടാൽ മാണി ഒന്നുമല്ല മാണിക്കറിയാം. കാരണം സെൻട്രൽ ട്രാവൻകൂറിൽ തന്നെ വലിയ തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ധ്രുവീകരണം വേറെ രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം ഈ പുതിയ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതേസമയം സഭയെല്ലാം തന്നെ മാണിക്ക് മറ്റും കൊടുക്കുന്ന സപ്പോർട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഈ രീതിയിൽ ഇദ്ദേഹം ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പേടിപ്പിക്കുന്ന ഇന്റേണൽ ആയിട്ടുണ്ടാകുന്ന വലിയ പ്രശ്നമാണ്. ജോസഫ് ശക്തിപ്പെടും. അതുപോലെ തന്നെ ഇതിൻ്റെ പല MLA മാരും അസംതൃപ്തരാണ്. ഇതൊക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് ന്യൂസ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, അദ്ദേഹത്തിന് ഇന്ന് കേരള രാഷ്ട്രീയ ഒരു പ്രാമാണ്യം ഉണ്ടല്ലോ. ഈ സെൻട്രൽ ട്രാവൻകൂർ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുള്ള പ്രാധാന്യം അത് നഷ്ടപ്പെടും, ഒന്നുമല്ലാതമായി തീരുമെന്നുള്ള ബോധ്യത്തിന് പുറത്താണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം എന്നങ്ങോട്ട് രാജിവെച്ച് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ ഇദ്ദേഹത്തെ ലീഡ് ചെയ്യാൻ വിടുന്ന മറ്റു മുന്നണികളോ രാഷ്ട്രീയ പാർട്ടികളോ ആ ഒരു പ്രതിസന്ധി കോൺഗ്രസിനുണ്ട്. പക്ഷേ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാന്നുള്ള കോൺഗ്രസ് ഇവിടെ ചെയ്യേണ്ടത്. കാരണം എനിക്കിവിടെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷയില്ല. കാരണം അവരുടെ മുന്നിൽ വലിയൊരു പാഠമുണ്ട്. ഇങ്ങനെ അഴിമതിക്കാരായ പല മന്ത്രിമാരെ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചതിൻ്റെ ഫലമാണ് കർണാടക ഒരു കാലത്ത് അനുഭവിച്ചത്. ഇപ്പോൾ 400 സീറ്റുണ്ടായ കോൺഗ്രസ് 44 സീറ്റിനെ ചുരുങ്ങിപ്പോകാൻ കാരണം അതാണ്. ഇവിടെ കോൺഗ്രസ് ആണ് നോക്കുന്നത്. പിന്നെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാണി ഈ രീതിയിൽ സത്യസന്ധനാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അദ്ദേഹത്തിന് അസുഖമൊക്കെ ഉണ്ട്. മറ്റേ കൊച്ചുമാണി ഉണ്ടല്ലോ, ആ കൊച്ചുമാണിനോട് നുണപരിശോധനയ്ക്ക് അങ്ങ് വിധേയനാകാൻ പറയും. വലിയ ആരോഗ്യമില്ലാത്ത അമ്പലിക്ക് വിധേയനാകാമെങ്കിൽ കൊച്ചുമാണിക്ക് വിധേയനായിക്കൂടെ? അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പുതിയ കാലഘട്ടം സത്യത്തെ തിരിച്ചറിയാം. ശ്രീ ആന്റണി രാജു, എന്തായാലും മാണി സാറിന് വേണ്ടി വാദിക്കാൻ പലരും ചാനലുകളിൽ വന്നിരിക്കുന്നവരെയൊക്കെ കണ്ട് PC ജോർജ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്നത്തെ ദിവസം തന്നെ ഈ മാണി സാറിൻ്റെ അഴിമതി പണത്തിൻ്റെ പങ്ക് പറ്റിയവരാണ് ഇങ്ങനെ മാണി സാറിന് വേണ്ടി കൂടെ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചീത്തപ്പേരൊക്കെ നിങ്ങൾ വാങ്ങിച്ച് പിടിക്കണമോ? നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കാതെ പാർട്ടിക്ക് വേണ്ടി, കേരള കോൺഗ്രസിന് വേണ്ടി, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ നിമിഷത്തിലും പറഞ്ഞിരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കേട്ട് മുന്നോട്ട് പോകുന്നത്? അല്ല, ജനാധിപത്യത്തെക്കുറിച്ച് ഇവിടെ ജനാധിപത്യത്തിൽ ജനകീയ കോടതിയാണ് ഏറ്റവും വലുതെന്നും ജനങ്ങളാണ് ഏറ്റവും വലുതെന്നും ശ്രീധരൻപിള്ള സാറോട് സൂചിപ്പിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇതേ കേസ് വെച്ചുകൊണ്ടല്ലേ ഈ അരുവിക്കരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങയുടെ പാർട്ടി ഉൾപ്പെടെ ഇവിടെ ഇടതുപക്ഷം ഉൾപ്പെടെ പറഞ്ഞതെന്താ, അവിടെ കൊടുക്കുന്ന ജനങ്ങൾ കൊടുക്കുന്ന ഓരോ വോട്ടും KM മാണിക്ക് കൊടുക്കുന്ന വോട്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? 2 കൂട്ടരോട് വോട്ട് പിടിച്ചത് ആ ജനാധിപത്യ കോടതിയിൽ. ഈ കേസിൻ്റെ വിധിയാണല്ലോ ജനങ്ങൾ നിർണ്ണയിച്ചത്. അവിടെ ആ കോടതിയിൽ ജനങ്ങൾ ആരോടൊപ്പമാണ് നിന്നത്? നിങ്ങളോടൊപ്പമാണ് നിന്നത്. നിങ്ങൾ 3-ാം നിയമം പറയുമ്പോൾ ജനങ്ങളുടെ കോടതിയെ കുറിച്ച് എപ്പോഴെങ്കിലും പറയുമ്പോൾ തിരിച്ചു നിയമത്തിന്റെ കാര്യം. ഇങ്ങനെ നിങ്ങളാണ് ആകെ കൺഫ്യൂഷൻ അടിപ്പിച്ച കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നത്. ശ്രീ ആന്റണി രാജു, എൻ്റെ ലാൽ, നിയമത്തിൽ എവിടെയാണ് പറയുന്നത്? അങ്ങനെയാണ് നിയമത്തിൽ ഈ രാജിവെക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിയായിരിക്കാൻ കഴിയുമോ? കോടതി അദ്ദേഹത്തെ താഴെ ഇറങ്ങാൻ പറയില്ലേ? അതുകൊണ്ട് നിയമത്തെ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. PC ജോർജ് പറഞ്ഞതൊക്കെ മറന്നു. ഞാൻ ചോദിച്ച ചോദ്യം PC ജോർജ് പറഞ്ഞതിനെ കുറിച്ചായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ
ഇങ്ങനെ വക്കാലത്തുമായി നടക്കുന്നത് എന്നുള്ളതിന് PC ജോർജ് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അഴിമതി പണത്തിന്റെ പങ്ക് പറ്റിയവരാണ് നിങ്ങളെന്ന്. അല്ല, PC ജോർജിന്റെ വാക്ക് നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള, ഇന്നൊന്ന് പറയും നാളെ ഒന്ന് പറയും. അദ്ദേഹം ഇപ്പുറത്ത് നിൽക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ബാർകോഴ ആരോപണം ഉണ്ടായപ്പോൾ KM മാണിക്ക് അനുകൂലമായി ഏറ്റവും കൂടുതൽ ചാനലുകളിലും പബ്ലിക്കിൻ്റെ മുമ്പിലും വന്നിരുന്ന് ന്യായീകരിച്ചയാളും KM മാണി അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചയാളുമായതില്ലേ PC ജോർജ്? ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി അച്ചടക്ക നടപടിയെടുത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയപ്പോൾ, അദ്ദേഹത്തിൻ്റെ അധികാര കസയിൽ നിന്ന് ചെവിക്ക് പിടിച്ച് ആക്കിയപ്പോൾ മാത്രമല്ലേ അദ്ദേഹം KM മാണിയെക്കുറിച്ച് ഇത്തരം ആരോപണം ഉന്നയിക്കാൻ തയ്യാറാകുന്നത്? അതിനു മുമ്പേ ആ ദിവസം വരെ അദ്ദേഹം KM മാണിക്ക് അനുകൂലമായി ഈ കേസിൽ വാതോരാതെ സംസാരിച്ച് KM മാണിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പക്ഷേ ശ്രീ ആന്റണി രാജു, ഇത്രയൊക്കെ വളരെ തീവ്രമായ ആവേശത്തോടുകൂടി PC ജോർജിനെ കുറിച്ച് താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ, താങ്കളെക്കുറിച്ച് വളരെ നല്ല വാക്കാണ് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ PC ജോർജ് പറഞ്ഞത്. ഈ ആന്റണി രാജുവിനെ പോലെയുള്ളവരൊക്കെ പറ്റിക്കുകയായിരുന്നു ശ്രീ KM മാണി, ചതിക്കുകയായിരുന്നു, താങ്കളുടെ പേര് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്നൊക്കെ വെട്ടിക്കളഞ്ഞ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കളെക്കുറിച്ച് സ്നേഹത്തോടുകൂടി താങ്കൾ നന്നായി വരട്ടെ എന്ന് ആശംസിച്ച ഒരാളാണ്. വേണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഉപദേശിച്ച ആളാണ് ശ്രീ PC ജോർജ്. എനിക്ക് ശ്രീ PC ജോർജിന് വ്യക്തിപരമായി വലിയ സ്നേഹവും അടുപ്പവും ബഹുമാനമുള്ള ആളാണ്. ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പവുമാണ്. എനിക്ക് അദ്ദേഹത്തിന് യാതൊരു പണക്കമില്ല. പക്ഷേ ഇവിടെ വ്യക്തിപരമല്ലല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനെക്കുറിച്ച്, രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ വർത്തമാനം പറയുന്നത്. അല്ലാതെ ഞാനും ആ ഒരു പരാമർശത്തിൽ ശ്രീ ആന്റണി രാജു താങ്കൾ അല്പം ഒന്ന് മയപ്പെട്ടു. PC ജോർജിനെ കുറിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞ ആവേശം ഒന്ന് തണുത്തതുപോലെ തോന്നുന്നു. ഇങ്ങനെ ഒരു കാര്യം താങ്കളെക്കുറിച്ച് പറഞ്ഞ PC ജോർജ് എന്ന് കേട്ടപ്പോൾ. എന്തായാലും PC ജോർജ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നടക്കാൻ പോകുന്ന ഒരു പ്രവചനം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് മാണിയില്ലാത്ത കേരള കോൺഗ്രസ് എം, അതുപോലെ ജോസഫ് ഇല്ലാത്ത ജോസഫ് ഗ്രൂപ്പ്, ഇത് ഉടനെ സംഭവിക്കാൻ പോവുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം. അല്ല, എനിക്ക് ജോർജിനോട് പറയാനുള്ളത്, ജോർജിനെയും ജോർജിൻ്റെ മക്കളെയും ഓർത്ത് കേഴു. യേശുക്രിസ്തു പറഞ്ഞു, നിന്നെയും നിൻ്റെ മക്കളെയും ഓർത്ത് കേഴുമെന്ന് പറഞ്ഞ പോലെ ജോർജ് രക്ഷപ്പെട്ടെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജോർജിന് സൗകര്യമാണല്ലോ ഇപ്പോൾ പാർട്ടി ഉണ്ടാക്കി വളരാൻ. ജോർജിന് എന്തിനായി ബഹളം കാണിക്കുന്നത്? ജോർജിനെ കൂടെ നിൽക്കുന്നവരൊന്ന് രക്ഷപ്പെടുത്തി കണ്ടാൽ മതി കേരളത്തിന്. ഇപ്പം ഞാൻ തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ, ഇപ്പോൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജോർജിന്റെ കൂടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഒരാഴ്ച കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമായി ഈ ചർച്ചകളെ വീണ്ടും മാറ്റിക്കൊണ്ട് പോകല്ലേ ശ്രീ ആന്റണി രാജു? അതല്ലല്ലോ നമ്മുടെ വിഷയം. കാര്യങ്ങൾ അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ എടുക്കണമല്ലോ. ശ്രീ ഫക്രുദ്ദീൻ അലി, എന്തായാലും ശ്രീ PC ജോർജ് പ്രവചിച്ച ആ കാര്യം എല്ലാ തവണത്തെയും പോലെ തള്ളിക്കളയേണ്ടതുണ്ടോ? ഞാൻ ഒരു കാര്യം, പറഞ്ഞത് PC ജോർജ് ആയതുകൊണ്ട് ഞാൻ അതിന് വലിയ ഗൗരവമൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതി ഈ ഒരു ധ്രുവീകരണം ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ആന്റണി ചേട്ടനെ തന്നെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിനൊക്കെ കൃത്യമായി ഈ വിഷയത്തിൽ ധാരണയുണ്ട്. പക്ഷേ ഈ ഒരു വലിയ സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പരിമിതി ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഈ സംഘടനയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒപ്പീനിയൻ ചോദിക്കുന്ന ഒരു അങ്ങനെ അവസ്ഥാവിശേഷം കേരള കോൺഗ്രസ് ഇല്ല എന്നാണ് PC ജോർജ് തന്നെ പറഞ്ഞത്. കാരണം ഈ വിഷയങ്ങൾ കത്തി നിൽക്കുന്ന സമയത്ത് റബ്ബറിൻ്റെ വിലയിടവായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അന്നാണ് PC ജോർജ് ആദ്യമായിട്ട് എതിർപ്പ് രേഖപ്പെടുത്തി പോയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കലായ ധ്രുവീകരണം അത് മലപ്പുറത്ത് മുസ്ലിം യുവാക്കളുടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ടയം ഉൾപ്പെടെയുള്ള ഭാഗത്തുള്ള സെൻട്രൽ ട്രാവൻകൂറിലെ ക്രിസ്ത്യൻ യുവാക്കളുടെ നടക്കുന്നുണ്ട്. അതൊരു ഫാക്ടറാണ്. ഞാൻ തിരിച്ചെത്താം. ശ്രീ PC ജോർജ് കൂടി ചേർന്നിരിക്കുന്നു. ശ്രീ PC ജോർജ്, ശ്രീ ആന്റണി രാജു പറയുകയായിരുന്നു താങ്കൾ എന്തൊക്കെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ശ്രീ KM മാണിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ആരോപണമൊക്കെ വന്ന സമയത്ത് എന്തുമാത്രം ചാനലുകളിൽ വന്ന് ശ്രീ KM മാണിയെ പ്രതിരോധിച്ച ആളാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ മാറ്റി പറയുന്നത് വലിയ കാര്യമാക്കേണ്ട എന്നാണ് ശ്രീ ആന്റണി രാജു പറയുന്നത്. ഞാൻ കേട്ടു, ഇതിന് മറുപടി ഞാൻ പറയാം. അതായത് ഇപ്പൊ പൊതുജനത്തിന് ഇടയ്ക്ക് നിൽക്കുകയാണ്, അതുകൊണ്ടാണ്. അതായത് ഒരു സത്യം മനസ്സിലാക്കണം, ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാൻ എന്നതിൽ നിൽക്കുമ്പോൾ ഒരു സംശയം വേണ്ട, മാണിയെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. മാണി കൈക്കൂലി മേടിച്ചെന്നും കാശ് മേടിച്ചെന്നും എനിക്ക് ആന്റണി രാജുവിനും അറിയാമല്ലോ. ഞങ്ങൾ രണ്ടും ഇത് അറിഞ്ഞുകൊണ്ടല്ലേ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചത്. അതായത് കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഇതിപ്പോ ഒരു ഗതികേടുണ്ടായില്ല. മാനാഭിമാനമുള്ളവർ കേരള കോൺഗ്രസ്സുകാരെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ നിന്ന് നടക്കുക. ഞങ്ങൾ രണ്ടും ആന്റണി രാജുവിന് അറിയാമല്ലോ. ആന്റണി രാജു കൂടെ ഒരു ഉൾപ്പെട്ട കമ്മിറ്റിയെ നമ്മൾ വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം. പിന്നെ ആരോടാ വഴക്കുണ്ടാക്കുന്നത്? മാണിയെ രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. മാണിയെ രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ മാണി രക്ഷപ്പെടുകയില്ല എന്നുള്ളത് നമുക്ക് അന്നും അറിയാം. കാരണം എന്താ? മാണി ചെയ്ത പാപം വളരെ വലുതാ. മാണി കേരള കോൺഗ്രസിനകത്തൊരു പാരൽ സംവിധാനം ഉണ്ടാക്കി, രാജുവിനും അറിയാം. ആ സംവിധാനം എന്ന് പറയുന്നത് എന്താ? മാണിയും കൈക്കൂലിക്കാരായ ഒരു മറ്റു ആളുകളും
അവർക്കുള്ള വെള്ളം കഴിക്കാൻ പറ അവർക്കുള്ള ഒരു വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് മാണി പോവുക. മാണിയേക്കാൾ മോശമായി മകൻ വളർന്നു വരുന്നു. മാണിയുടെ മകൻ ആന്റണിരാജുവിന് അറിയാം എന്തിനാ ആന്റണിരാജു ഇങ്ങനെ ഈ പ്രോട്ട് നട കിടക്കുന്നത്. ആ മാണിയുടെ മകൻ 2 കൊല്ലം മുമ്പ് വളരെ രഹസ്യമായ ഒരു ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ്. അടുത്ത 15 കൊല്ലം കഴിയുമ്പം ടാറ്റ ബിർള എന്നൊക്കെ പറയുന്നത് പോലെ എന്റെ പേരും പറയണം. അപ്പോ എം പി ആണെന്ന് ഓർക്കണം. ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ച ആളാണ് പറയുന്നത്. എന്നെ അറിയേണ്ടത് എങ്ങനെയാ ടാറ്റ ബിർള. അത് 1967 വെറും 40 സെന്റ് ഭൂമിയും ഒരു കൊച്ചു പെരയുണ്ടായിരുന്ന KM മാണിയാണ്, മാണിയുടെ മകനാണ് 15 കൊല്ലം കഴിയുമ്പം ഇങ്ങനെ പറയണം, ഇങ്ങനെ ടാറ്റ ബിർള എന്ന്. ഇതൊക്കെ പേരിട്ട് കേട്ടും കണ്ടും പഠിച്ച് എനിക്ക് മാണിയുടെ കച്ചവടത്ത് കൂട്ടുനിൽക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഉമ്മൻചാണ്ടി ഇന്ന് കേരളത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുക. എന്താണ്? പാം ഓയിൽ കേസിൽ ഞാൻ രാജിവെച്ചില്ല, അതുകൊണ്ട് മാണി രാജിവെക്കണം. രണ്ടും ഒരുപോലാണോ? രണ്ടും ഒരുപോലാണോ എന്ന് മാണി പറയണം. എന്താണ് സംഭവിച്ചത്? അതായത് പാം ഓയിൽ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുസ്തഫ പ്രതിയായി കേസ് വന്ന് കരുണാകരൻ കേസുമായിട്ട് നടക്കുമ്പോൾ അന്ന് ക്യാബിനറ്റിലുണ്ടായിരുന്ന ആളാണ് ഞാനും ഉമ്മൻചാണ്ടിയും. ആ നിലയ്ക്ക് ഉമ്മൻചാണ്ടിയെ വിടുതൽ ചെയ്തതുപോലെ എന്റെയും വിടുതൽ ചെയ്യണം പ്രതിസ്ഥാനത്തും പറഞ്ഞൊരു കേസ് ഫയൽ ചെയ്തു. അതില് ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം അന്ന് വിജിലൻസ് കോടതി സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെയും അഭിപ്രായത്തിന് വിരുദ്ധമായി പ്രഖ്യാപനത്തിന് വിരുദ്ധമായി റൂളിങ്ങിന് വിരുദ്ധമായി സാക്ഷിയായ ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കിക്കൊണ്ട് തുടരന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. അത് തെറ്റായ നടപടിയാണ്. അതിനെയാണ് ഞാൻ എതിർത്തത്. ഇവിടെ അതല്ല. ഇവിടെ എന്താ? ഇവിടെ തുടരന്വേഷണം. ഇവിടെ SP സുകേശൻ വളരെ വ്യക്തമായി മാണി 2 പ്രാവശ്യം വാങ്ങി 25 ലക്ഷം രൂപ വാങ്ങിയതിന്റെയും ചോദിച്ചതിന്റെയും വ്യക്തമായ രേഖകൾ സഹിതം തുടരന്വേഷണം ഇനിയും ബാക്കി കാശിന്റെ അന്വേഷണം കേസ് നടത്താനുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തപ്പോ ആ റിപ്പോർട്ട് അവിടെ വെച്ചേരെ മാണി നിരപരാധിയാണ്, കേസ് അന്വേഷിക്കേണ്ടതില്ല എന്നും പറഞ്ഞ് നമ്മുടെ DGP ഒരു റിപ്പോർട്ട് കൊടുക്കുക, ഒരു ഉത്തരവ് കൊടുക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് തീർക്കുക. ശ്രീ PC ജോർജ്, ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും ശ്രീ PC ജോർജ് ഇതൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പീലും കൊടുക്കില്ല, ഇപ്പോ രാജിയും വെക്കില്ല, സസ്പെൻഡ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കില്ല, ഒരു കാര്യവും നടക്കില്ല. പ്രതിപക്ഷം ഇങ്ങനെ ഗവർണറെ കാണുമെന്നൊക്കെ പറയുന്നു, അതിനെയൊക്കെ പുച്ഛിച്ചു തള്ളുന്നു. ഇതാ ജനങ്ങളുടെ കോടതിയിലേക്ക് പോകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോ എന്തും ചെയ്യും എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ കോടതിയിലേക്ക് പോകാതെ തെരഞ്ഞെടുപ്പ് വരട്ടെ. തെരഞ്ഞെടുപ്പ് അതാണ് ഞാനും പറയുന്നത്. ജനകീയ കോടതി നമുക്ക് കാണാം. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ തന്നെയാണ് ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കോൺഗ്രസിനകത്ത് അഭിപ്രായം എന്താ? കോൺഗ്രസിന് ആരെങ്കിലും സുധീരനല്ലാതെ വേറെ ഒരു നേതാവെങ്കിലും മാണി സപ്പോർട്ടിന് ഇറങ്ങിയിട്ടുണ്ടോ? ഇവിടെ മാനഗ്രൂപ്പിൽ തന്നെ കലാപം ആരംഭിച്ചല്ലോ. മാനഗ്രൂപ്പിലെ കലാപം അതിശക്തമല്ലേ? അത് ശക്തം മാത്രമല്ല, ആന്റണിരാജു ഇങ്ങനെ പറയുന്നെങ്കിലും ജോസഫ് ഗ്രൂപ്പിന്റെ പ്രമുഖരായ നേതാക്കന്മാർ യോഗം വിളിച്ചു കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. അതൊന്നും വിളിച്ചു കൂട്ടുകയല്ല. ജോസഫ് എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ വളരെ കംഫർട്ടബിൾ ആയിട്ട് പോവുകയാണ്. അതുകൊണ്ട് ജോസഫ് ഇല്ലാത്ത ജോസഫ് ഗ്രൂപ്പും മാണിയില്ലാത്ത മാണി ഗ്രൂപ്പും കേരളത്തിലെ കർഷകരെ സ്നേഹിക്കുന്നവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരള കോൺഗ്രസ് ഉണ്ടാവും. മാണി വിസ്മൃതിയിൽ അടയും. മാണിയുടെ മകൻ ഒരു വലിയ കൊള്ളക്കാരനായി മാറും. ജോസഫും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കും. അങ്ങനെ സംയുക്തമായി ഒരുമിച്ച് ചേർന്ന നല്ലൊരു കേരള കോൺഗ്രസ് സംസ്ഥാനത്തുണ്ടാവും. അത് കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും. ശ്രീ PC ജോർജ്, അത് താങ്കളുടെ ഒരു സ്വപ്നമാണോ ഈ പറഞ്ഞത്, അതോ എന്നത്തേക്ക് നടക്കുന്ന? പുതിയ പാർട്ടികളൊക്കെ വരാൻ പോകുന്നതാണല്ലോ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടി എപ്പോഴത്തേക്കുണ്ടാകും? ഈ പാർട്ടി അതിന്റെ ഗർഭ നിലയിലാണിപ്പോ. യാതൊരു സംശയം വേണ്ട. അതിന്റെ കേളികൊട്ട് കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടിയുണ്ടാക്കുന്ന ആരുമില്ല ഇതിനകത്ത്. വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, ഒരു സംശയം വേണ്ട, നിർബന്ധമായും ഇതൊക്കെ ഉണ്ടാകാൻ പോവാണ്. ശ്രീ ആന്റണി രാജു നേരത്തെ പറഞ്ഞു, ശ്രീ PC ജോർജ് അങ്ങനെയാണെങ്കിൽ ഈ ജോസഫ് ഇല്ലാത്ത ജോസഫ് ഗ്രൂപ്പും മാണി ഇല്ലാത്ത മാണി പാർട്ടിയും ഉണ്ടാകുന്നതിന് മുമ്പ് PC ജോർജ് പാർട്ടി ഉണ്ടാക്കട്ടെ എന്നാണ് ഇപ്പോൾ ആന്റണി രാജു പറഞ്ഞത്. അത് താങ്കളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണോ? ഇവരുടെയൊക്കെ മനസ്സിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാകാനുള്ള ഒരു ആഗ്രഹമുണ്ടോ ശ്രീ PC ജോർജ്? ശരിക്കും ആന്റണി രാജു എന്റെ നന്മ ആഗ്രഹിക്കുന്ന ആളാണെന്ന് സത്യം ചെയ്ത് എനിക്കറിയാം. ഇടത്തോട്ട് ആന്റണി രാജു എല്ലാ കാലഘട്ടത്തിലും
എന്റെ ഏത് വളർച്ചയിലും സഹായകരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. ആന്റണി രാജുവിന് ഒരു പ്രശ്നം ഉണ്ടാവട്ടെ, ഞാൻ അദ്ദേഹത്തോടൊപ്പം കാണും. കാരണം ആന്റണി രാജു ഒരു കേരള കോൺഗ്രസ്സുകാരൻ, തിരുവനന്തപുരത്ത് ജന്മം കൊണ്ട് കേരള കോൺഗ്രസ്സുകാരൻ. ആന്റണി രാജു അറിയാമോ? ആ കടൽ തീരത്ത് യുദ്ധം ചെയ്ത് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയവരാണ്. അങ്ങനെ 77 ആഭ്യന്തരമന്ത്രിയായ KM മാണി ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് കണ്ട് 55 ദിവസം പിടിച്ച് ജയിലിലിട്ടു സംശയത്തിന്റെ പേരിൽ. അറിയാമോ? കേസ് അന്വേഷണം പൂർത്തീകരിച്ചപ്പോ ആന്റണി രാജു ആ നാട്ടിൽ പോലും ഇല്ല എന്ന് തെളിഞ്ഞു. അങ്ങനെ വേദനിക്കുന്ന ഒത്തിരിയേറെ അനുഭവം കൂടെ വെച്ചുകൊണ്ടാണ് ഒരു കേരള കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ആന്റണി രാജു ഈ കമന്റൊക്കെ നടത്തിയെന്ന് അറിയണം. എന്നെ ആന്റണി രാജു ഒക്കെ മനസ്സിന്റെ പ്രശ്നമായത്. ഞങ്ങളിതെല്ലാം സഹിക്കുന്നതോടൊപ്പം തന്നെ പലതും പറയാൻ അറിയാതെ നിർബന്ധിതരാകും. ഈ മാണിക്കും ഞാൻ പറഞ്ഞില്ലേ, മാണിയുടെ സ്വത്ത് എത്രയായിരുന്നു, ഇപ്പൊ എന്താണ് സ്വത്ത്? നോട്ടെണ്ണുന്ന യന്ത്രമുള്ള വീടായിട്ട് മാണിയുടെ വീട് മാറി എന്ന് പറഞ്ഞാൽ എത്രയോ അപമാനകരമാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിൽ എന്നിട്ട് ഞാൻ കട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുക. നാണവും മാനവും ഉണ്ടോ മാണിക്ക്? ഈ ഉമ്മൻചാണ്ടി എന്തൊക്കെ ചെയ്യുന്നത്? നാറിനെ ചുവന്നാൽ ചുവന്നവനെ നാറും. ആന്റണിക്ക് ഉമ്മൻചാണ്ടി നാറി പരുവായിട്ടുണ്ട്. എന്താ? എല്ലാ കച്ചവടമല്ലേ? എല്ലാ കച്ചവടത്തിലെയും പങ്കാളി ഉമ്മൻചാണ്ടി. സരിത കേസ് വരാൻ 1-ാം പ്രതി ഉമ്മൻചാണ്ടി. കാശ് മോട്ടിച്ച കേസ് വന്നാൽ 1-ാം പ്രതി ഉമ്മൻചാണ്ടി. ശ്രീ PC ജോർജ്, എന്തായാലും KP വിശ്വനാഥനോട് ചെയ്തത് തെറ്റാണെന്ന് മുഖ്യമന്ത്രി ഇന്ന് ഏറ്റു പറഞ്ഞിരിക്കുന്നത് എന്തർത്ഥത്തിലാണ്? ആ വിശ്വനാഥൻ തീർന്നു പോലെ ഇനി തെറ്റാന്ന് ഏറ്റു പറഞ്ഞാലും വിശ്വനാഥൻ കടന്നു വരാൻ പോകുന്നില്ലല്ലോ. ആ വിശ്വനാഥന് ഒരു സീറ്റ് കൊടുക്കാനുള്ള മര്യാദ പോലും കാണിച്ചില്ലല്ലോ ഉമ്മൻചാണ്ടി. ഈ പ്രാവശ്യം വേണമെങ്കിൽ അദ്ദേഹത്തെ ജയിക്കുന്ന ഒരു സീറ്റ് കൊടുത്ത് നിർത്തി നിയമസഭ കൊണ്ടുവന്ന് അദ്ദേഹത്തെ മന്ത്രിയാക്കാമായിരുന്നല്ലോ. അത് ചെയ്യാത്ത ഉമ്മൻചാണ്ടി ഒരു കാരണവശാലും ഇനി പാവം വിശ്വനാഥൻ വരില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് സുപ്പീരിയർ വർത്താനം പറയും. ഉമ്മൻചാണ്ടിയുടെ സ്വഭാവമല്ലേ അത്? ഉമ്മൻചാണ്ടിയെ പറ്റി ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് സുപ്പീരിയർകാരനാന്ന്. ആ AK ആന്റണിയെ നാട് കടത്തിയവരല്ലേ? ആ AK ആന്റണി എത്ര മാന്യനാ. ഇവിടുത്തെ പുഷ്പഗിരി ഞാൻ ഒളിച്ചു വെക്കുന്നില്ല, ഞാൻ തുറന്നു പറയാം. പുഷ്പഗിരി ആശുപത്രിയാണല്ലോ നമ്മുടെ ശാസ്ത്രീയ മെഡിക്കൽ കോളേജിന്റെ ഇഷ്യൂവിൽ ഉമ്മൻചാണ്ടിയെ വിഷമിക്കുന്ന AK ആന്റണിയെയും ഗവൺമെന്റിനെയും നമ്മളെ എല്ലാവരെയും അപമാനിച്ച കേസും വഴക്കുമായിട്ട് പോയത്. ആ പുഷ്പഗിരിയുടെ ഗിരിക്ക് വേണ്ടി വാദവരാതെ സംസാരിക്കുന്ന ഇപ്പൊ ഉമ്മൻചാണ്ടി. ആ അന്നത്തെ സ്വാശ്രയ മാനേജ്മെന്റ് നടപടിയാണ് ഇന്നും മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് അരാജകത്വം സൃഷ്ടിച്ച് നാർക്കറിയില്ലാത്ത പുത്രന്മാരൊക്കെയാ. എനിക്ക് സത്യം പറയാൻ പറ്റുമോ? അപ്പൊ ആന്റണിയെ നടത്തി. ശ്രീ ആന്റണി രാജു, എന്തായാലും പ്രതിപക്ഷം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇന്ന് കോടിയേരി തന്നെ പറഞ്ഞിരിക്കുന്നത് മന്ത്രിയായി ശ്രീ KM മാണി കേരളം ഭരിക്കാൻ ശ്രമിക്കരുത്, ഗവർണർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷം. എന്തായാലും നിങ്ങൾ കാരണം, ശ്രീ KM മാണി കാരണം വലിയ ചീത്തപ്പേരാണ്, തലവേദനയാണ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു വലിയ ചീത്തപ്പേര് ഉണ്ടാക്കുന്നത് ശ്രീ ആന്റണി രാജു? പാവം കോൺഗ്രസിനെയും UDF-നെയും ഒക്കെ ഇപ്പോൾ സിദ്ദിഖ് കൂടി നമ്മുടെ ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. എന്തിനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു കോൺഗ്രസിനെയും UDF-നെയും ഒക്കെ? ലാലേ, കഴിഞ്ഞ കുറേ നാൾ മുമ്പ് കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ അനുവദിക്കുകയില്ല എന്നും കേരളത്തിൽ അദ്ദേഹത്തെ ഭരണം തുടരാൻ അനുവദിക്കുകയില്ലെന്നും റോഡിലൂടെ നടക്കാൻ അനുവദിക്കുകയില്ല എന്നും അതുവരെ സെക്രട്ടേറിയറ്റ് വളഞ്ഞു വെച്ച് അദ്ദേഹത്തെ കയറാൻ സമ്മതിക്കലും പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സമരരംഗത്തേക്ക് പുറപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗതി എന്തായി അവസാനം? മുഖ്യമന്ത്രിയായി ഒരു ദിവസം പോലും തുടരാൻ അനുവദിക്കില്ല, അതല്ലാതെ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന് പ്രഖ്യാപിച്ച മാർക്സിസ്റ്റ് പാർട്ടി വാലും ചുരുട്ടി നാണം കെട്ട് ശ്രീ KM മാണി സാറിന്റെ ഗതി എന്താണ് ശ്രീ ആന്റണി രാജു? ഇപ്പോ താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇന്നിപ്പോ ഇടുക്കിയിലെ എല്ലാ പരിപാടികളും റദ്ദാക്കി എന്നാണ് നമ്മുടെ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടതുണ്ടോ ശ്രീ ആന്റണി രാജു? റോഡിലിറങ്ങാൻ വയ്യാത്തത് കൊണ്ടല്ല ലാൽ, ഞങ്ങളെ സമയത്തോളം ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇതുപോലൊരു അവസരം മുതലെടുത്ത് അക്രമം അഴിച്ചുവിട്ട് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി സംഘർഷമുണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ഞങ്ങൾ മനഃപൂർവ്വം തന്നെ അങ്ങനെ ഒരു സംഘർഷത്തിനുള്ള അവസരം ഉണ്ടാക്കാതെ മാറുകയാണ്. അതിനെ ഞങ്ങളുടെ ബലഹീനതയായോ ദൗർബല്യമായോ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വീട്ടിൽ കുത്തിയിരിക്കുകയാണോ ഒരു മന്ത്രി ചെയ്യേണ്ടത്? അത്രയും ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാൻ ആ മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ പോരെ? എന്തിനിങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കണം ശ്രീ ആന്റണി രാജു?
വീട്ടിൽ കുത്തിയിരിക്കുകയല്ല. ഇന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഏതാണ്ട് KM മാണി 17 യോഗങ്ങളിൽ പാലാ നിയോജകമണ്ഡലത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അദ്ദേഹം വീട്ടിൽ കുത്തിയിരിക്കുകയല്ല. ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടറെ നിങ്ങൾ നേരെ പാലായിലേക്ക് അയച്ചു നോക്കൂ. അദ്ദേഹം വീട്ടിൽ കുത്തിയിരിക്കുകയാണോ അതോ അദ്ദേഹം കുടുംബയോഗങ്ങളിലും പൊതുയോഗങ്ങളിലും ശ്രീ ആന്റണി രാജുവിന് എപ്പോഴൊക്കെയാണ് ഈ കണക്കുകൾ കൃത്യമായിട്ട് കിട്ടുന്നതെന്നറിയില്ല. 17 യോഗങ്ങൾ ശ്രീ ഫക്രുദ്ദീൻ അലി ഇങ്ങനെ എണ്ണി പറയാൻ മാത്രമുള്ള ഒരു മത്സരത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ്. വീടിന്റെ അടുത്തുള്ള 17 വീടുകൾ അദ്ദേഹം പോയി യോഗം നടത്തിയത് യോഗം തന്നെയാണല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 3-4 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അരുവിക്കര ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവിടെ കൈരളി TV ചില സ്കൂപ്പുകൾ കൊണ്ടുവന്നേ ഉള്ളൂ. ഇന്ന് കൈരളി TV കൊണ്ടുവന്ന സ്കൂപ്പിന് കോടതിയുടെ സാക്ഷ്യപത്രം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് അരുവിക്കര പോലെ അല്ല ഈ ഇലക്ഷനിൽ ഇത് സ്വാധീനിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, അജയ് തറയിൽ അന്ന് പറഞ്ഞല്ലോ ഈ വിശ്വാസയോഗ്യമല്ലാത്ത ഈ മന്ത്രി ബജറ്റ് അവതരിപ്പിച്ച പ്രശ്നമാണ്. അദ്ദേഹത്തെ സുധീരനെ എല്ലാം കൂടി ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈ ഇലക്ഷൻ വരെ അജയ് തറയിനെ പോലെയുള്ള കോൺഗ്രസ് യുവതുക്കികളും ഉണ്ടാതിരിക്കും. അത് കഴിഞ്ഞ് അവരെങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന് കാണേണ്ടി വരും. പിന്നെ മൂന്നാമത്തെ കാര്യം, CPM ഈ ഇലക്ഷൻ സമയത്ത് ഒരു അക്രമ സമരം ഒന്നും ഉണ്ടാക്കാൻ പോകില്ല. അത് തിരിച്ചടിക്കുമെന്ന് മനസ്സിലാക്കിയ ബുദ്ധി VS-നുണ്ട്, പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് ഇവരുടെ ബലഹീനത കൊണ്ട് ഇവർ വീട്ടിലിരിക്കുന്നത് CPM-നെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. പേടിച്ച് വീട്ടിലിരിക്കുകയാണ്. എന്തായാലും അവർ പേടിച്ച് വീട്ടിലിരിക്കുന്നു എന്ന് പറയുമ്പോഴും പ്രതിപക്ഷത്തെ അവർ അരുവിക്കരയുടെ പേര് പറഞ്ഞും അല്ലെങ്കിൽ മുൻ നടത്തിയ സമരങ്ങളുടെ പേരും പറഞ്ഞുമാണ് ഇപ്പോഴും പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നത് ശ്രീ ഫക്രുദ്ദീൻ. അല്ല, മുൻപ് നടത്തിയ സമരം ഞാൻ ചോദിക്കട്ടെ, സമരങ്ങൾ അങ്ങനെയൊക്കെ നടത്തേണ്ടി വരും. പക്ഷേ ആ സമരത്തിന് എന്താണ്, ആ സമരം അങ്ങനെ തന്നെ നടന്നിരുന്നുവെങ്കിൽ ഇവിടെ തിരുവനന്തപുരം കത്തുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയെ കരുതി CPM സമരത്തിൽ പിന്മാറുകയായിരുന്നു. അത് ബലഹീനമായിട്ടൊന്നും കരുതുന്നില്ല. അത് ജനാധിപത്യ ബോധമുള്ള സമൂഹം അല്ലാതെ മാണിയെ പോലെ എന്ത് ആരോപണമെന്ന് കടിച്ചു തൂങ്ങി നിൽക്കാന്നുള്ളത് ഇടതുപക്ഷ സ്വഭാവമുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിക്ക് പറ്റില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിച്ചോണ്ട് കാര്യമല്ല. പിന്നെ ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞ കാര്യം, ഇയാൾ എവിടുത്തെ രാഷ്ട്രീയ നേതാവാകാൻ പോകുന്ന ആളാ, മാണി മാറി നിൽക്കേണ്ടതില്ലാന്ന്. ഇതാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി നേതാവ് കേരളത്തിന് കൊടുക്കുന്ന സന്ദേശം. രണ്ടാമത്തെ കാര്യം, സഭകളാണ് ഏറ്റവും വലിയ ശക്തി മാണിയുടെ. ഇവിടെ ഗോവധ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, പള്ളിക്ക് ആക്രമണം നടക്കുമ്പോൾ കോടതിയാണ് ഇവിടെ ഈ സഭകളെയും മുസ്ലിം സംഘടനകളെയും സംരക്ഷിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഈ ജനാധിപത്യത്തിൽ ഈ കോടതികൾ അവർക്ക് വിശ്വാസം മാണിയോട് മാറിക്കാൻ പറയണം. എന്തുകൊണ്ട് സഭകൾ അത്രയും നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നില്ല? ചോദ്യം സഭകളോടാണ്. എന്തായാലും വെള്ളാപ്പള്ളിക്ക് വളരെ ആശ്വാസമായത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ KM മാണിയുടെ കേസ് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ശ്രീ ഫക്രുദ്ദീൻ അലി. അതാണ് അദ്ദേഹം ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി ഒരാളെ കൂടി കൂട്ടി നിർത്താനുണ്ടല്ലോ എന്ന് പറഞ്ഞതായി നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. തീർച്ചയായും വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ PC ജോർജ്, ശ്രീ ആന്റണി രാജു, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ PS ശ്രീധരൻപിള്ള. എന്തായാലും ചർച്ച തീർന്നു കാണുമെന്ന ആശ്വാസത്തിലാണോ എന്നറിയില്ല. സിദ്ദിഖ് അവസാന നിമിഷത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ സിദ്ദിഖ്, എന്നാൽ ഇന്നത്തെ ഒരു ചോദ്യം അവസാനത്തെ 2-3 മിനിറ്റുകളിൽ താങ്കളിലേക്ക് തരികയാണ്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഉമ്മൻചാണ്ടിക്ക് വേണ്ടത് അഴിമതിക്കാരെയാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അതുകൊണ്ടാണ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരൊക്കെ രാജിവെക്കുന്നില്ല, അവർ അവധിയിൽ പോകുന്നു. ചില ഉദ്യോഗസ്ഥർ സത്യസന്ധരാണെങ്കിൽ അവരെ വിരട്ടാനുള്ള ശ്രമം ഉണ്ടാകുന്നു. അഴിമതിക്കാര എന്നുള്ള രീതിയിൽ പ്രതിപട്ടികയിൽ വന്ന മന്ത്രിമാർ കൂടെ ഉണ്ടാകുന്നു. ഈ ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷത്തിൽ നിന്നുണ്ടാകുന്നു. നിങ്ങൾക്കത് കേൾക്കേണ്ടി വരുന്നു. ഒന്ന്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ടാണല്ലോ നിങ്ങൾ പറയുന്നത്. ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്താ? പാമോലിംഗ് കേസിന്റെ സമാനമായിട്ടുള്ള സാഹചര്യം വന്നപ്പോൾ പ്രതിപക്ഷം പറഞ്ഞത് ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നാണ് പറഞ്ഞത്. അന്ന് ഉമ്മൻചാണ്ടി രാജിവെച്ചിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഡീറ്റെയിൽഡ് എൻക്വയറി റിപ്പോർട്ട് കൊടുത്തപ്പോൾ വിജിലൻസ് കോടതി എന്താ പറഞ്ഞത്? ആ റിപ്പോർട്ട് അംഗീകരിച്ച് പാമോലിംഗ് കേസുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന എല്ലാ അന്വേഷണവും അവസാനിച്ചു. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തല്ലോ പ്രതിപക്ഷം. പാമോലിംഗ് കേസും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കണ്ട എന്ന് ഇതിനകം തന്നെ എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ശ്രീ സിദ്ദിഖ്. അവിടെ ഒരിടത്ത് സാക്ഷിയാണ് ശ്രീ ഉമ്മൻചാണ്ടി, ഇതിപ്പോ പ്രതിയാണ് മന്ത്രി. നിങ്ങള് സാക്ഷിയായ ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ പ്രതിപക്ഷം ഈ അന്യായം കൊടുത്തതും എൻക്വയറി നടത്തിയതൊക്കെ. അതിനുവേണ്ടിയാണല്ലോ ഈ ശ്രമം നടത്തിയത്. അന്ന് ഉമ്മൻചാണ്ടി സാക്ഷിയായിരുന്നു. സാക്ഷിയായ ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കണം എന്ന് പറഞ്ഞാണ് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പുതിയതായിരിക്കുന്ന അപ്പീൽ കൊടുത്തതും അന്വേഷണം ആവശ്യപ്പെട്ടതൊക്കെ. ഇപ്പൊ KM മാണി സാർ ഈ കേസിൽ ഏത് അവസ്ഥയിലാണോ അതേ അവസ്ഥയിൽ തന്നെയാണ് പാമോലിൻ കേസിൽ ശ്രീ ഉമ്മൻചാണ്ടിയും എന്നാണോ സിദ്ദിഖ് പറയുന്നത്? എങ്കിൽ നമുക്ക് ബ്രേക്കിംഗ് കൊടുക്കാം. ഇപ്പോ ഒരു സംശയമില്ല, ഡീറ്റെയിൽഡ് എൻക്വയറി ഉമ്മൻചാണ്ടിയെ എക്സോണറേറ്റ് ചെയ്തതുപോലെ ഇതിൽ ഡീറ്റെയിൽഡ് എൻക്വയറി നടന്നു കഴിഞ്ഞാൽ ശ്രീ മാണി സാറും പരിപൂർണ്ണ നടക്കാൻ പോകുന്ന കാര്യമല്ല ശ്രീ സിദ്ദിഖ്. ഞാൻ ചോദിച്ചത് പാമോലിൻ കേസിൽ ഇപ്പൊ KM മാണി ഈ കേസിൽ എന്ത് അവസ്ഥയിലാണോ കോടതിയുടെ കണ്ടെത്തലിൽ, കോടതിയുടെ വിധിയിൽ, അതുപോലെ തന്നെയാണോ പാമോലിൻ കേസിൽ കണ്ടെത്തിയിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി പ്രതിയാണോ? പറയൂ സിദ്ദിഖ്.
ഉമ്മൻചാണ്ടിയുടെ അതേ പൊസിഷനിലാണ് മാണി ഉള്ളത്. ഞാൻ അതിന്റെ കാരണം പറയാം. കാരണം പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു ബ്രേക്കിംഗ് കൊടുക്കാൻ പറയട്ടെ. ഉമ്മൻചാണ്ടി കെ എം മാണിയുടെ അതേ അവസ്ഥയിലാണ് ഈ രണ്ട് കേസിലും. ടി സിദ്ദിഖ് പറയുന്നു. അല്ല, ഞാൻ പറയാ, ഉമ്മൻചാണ്ടി ഏത് രീതിയിൽ എക്സോണറേറ്റ് ചെയ്യപ്പെട്ടോ അതേ സാഹചര്യത്തിൽ കെ എം മാണിയും എക്സോണറേറ്റ് ചെയ്യപ്പെടും. 1. 2, അഴിമതി നിരോധന നിയമത്തിന്റെ സെക്ഷൻ 13(1)(d) അനുസരിച്ച് ഒരു കേസിൽ ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ അദ്ദേഹം ഒന്നുകിൽ പണം ആവശ്യപ്പെടണം, അല്ലെങ്കിൽ പണം. ആ കഥയിലേക്ക് നമുക്ക് പോകാനുള്ള സമയമില്ല ശ്രീ ടി സിദ്ദിഖ്. താങ്കൾ നേരത്തെ വന്നിരുന്നെങ്കിൽ ഞാൻ അതിനുള്ള സമയം കൂടെ തരാമായിരുന്നു. പക്ഷെ അതില്ല. പക്ഷെ താങ്കൾ ഇപ്പോഴും പറയുന്നത് ശ്രീ കെ എം മാണി ഭാവിയിൽ എക്സോണറേറ്റ് ചെയ്യപ്പെടും ശ്രീ ഉമ്മൻചാണ്ടിയുടെ പോലെ. അദ്ദേഹം തന്നെ, ഉമ്മൻചാണ്ടി പോലും ആ രീതിയിലേക്ക് ആ കേസിന്റെ അവസാനം എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോ സാക്ഷിയായ ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കുകയാണ് ടി സിദ്ദിഖ്. താങ്കൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഒരു സെക്കൻഡ് തരാം. അല്ല, ഒരു പ്രതിയല്ല, ചില കാര്യങ്ങളുടെ സംശയങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ട്. 1 മാർച്ച് 22, 2 ഏപ്രിൽ 2-ാം തീയതി, 3 CD, ഈ 3 കാര്യങ്ങളാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, 337 സാക്ഷികൾ. ശരി, എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രമാണ് ടി സിദ്ദിഖ് എന്നോട് പരിഭവിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ടി സിദ്ദിഖ്, ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ കെ എം മാണിയെ രക്ഷിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കാൻ തുടങ്ങിയാൽ ഈ കേസ് എന്തിനാണ് ഇത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ഈ കേസിൽ ഇടപെടുന്നത് എന്ന സംശയം ജനങ്ങൾ തന്നെ തിരിച്ചു ചോദിക്കും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. അവസാന ഘട്ടത്തിലാണെങ്കിലും ടി സിദ്ദിഖ്